ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കറികളൊന്നും പ്രത്യേകിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇനി 4 മണിക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി 3 വലിയ സൈസ് കിഴങ്ങെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെന്തുടഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണേ. ആവശ്യത്തിന് വേവിച്ചെടുക്കണം. ഇനി നമ്മളിവിടെ വേറൊരു പാത്രത്തിലോട്ട് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആട്ടപ്പൊടിയാണ് ആവശ്യം. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആട്ടപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേറെ ബ്രാൻഡ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അതിലോട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച്, തണുത്ത വെള്ളം തന്നെയാണ്, നമ്മൾ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അത് കുറേശ്ശെ എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ച് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് പറ്റ സോഫ്റ്റ് ആവാണ്ടല്ല, കുറച്ച് ഹാർഡായിട്ടല്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ കിഴങ്ങ് ഇവിടെ ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ അതൊന്ന് വാർത്തെടുക്കുകയും വേണം കേട്ടോ. ഇനി നമ്മളൊരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞതാണ്, നന്നായിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്ത് ഈ ഒരു എല്ലാം സവാളയും അതുപോലെ നമ്മൾ എടുത്ത മസാലപ്പൊടികളും കറിവേപ്പിലയും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലോട്ട് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടാണ്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പിലായിരിക്കും നല്ലത് ഇതൊന്ന് ചെയ്തെടുക്കാൻ. കുറച്ച് വലിയ സൈസിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് വലിയ സൈസിൽ തന്നെ വേണം. ഇതുപോലെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലായിടത്തും ഒരേ ലെവലിൽ തന്നെ വരാനൊന്ന് ശ്രദ്ധിക്കണം. ഇനി എല്ലാം നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ, ഒന്ന് ചുരുട്ടിയെടുക്കണേ. അപ്പോൾ മെല്ലെ അത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കൈ വെച്ച് മെല്ലെ മെല്ലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും കേട്ടോ. റോൾ ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്കിതുപോലെ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ച ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്കിതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്തത് വലിയൊരു സൈസിലല്ല, നമ്മളൊരു ചെറിയ സ്വീറ്റ് പൊറോട്ടയുടെ ഒക്കെ ഒരു അത്ര വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഡീപ് ഫ്രൈ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് ഓയിൽ നമുക്ക് ആവശ്യം ഉണ്ടാവും. എന്നാൽ ഒരുപാട് ഓയിലൊന്നും വേണ്ട, നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ, ഒന്ന് ചുട്ടെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞും പോകും, ഉൾവശം ആവശ്യത്തിന് വേവുകയില്ല. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വരണം. എന്നാൽ നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്ന ആ പരുവത്തിലൊന്നുമല്ല, എന്നാൽ ഒരു സോഫ്റ്റ്നെസ്സും വേണം. അതുപോലെ തന്നെ പുറം ഭാഗം നന്നായിട്ട് കുക്കായി ഒന്ന് മൊരിഞ്ഞ് വരികയും വേണം. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലു പൊറാത്തയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടായിരിക്കും, കാരണം അധികം ഓയിലൊന്നും
നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ഒട്ടും ഓയിലില്ലാതെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം. നല്ല ഫില്ലിംഗ് ആണ്. ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക, വീട്ടിൽ കിട്ടുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് മതി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.